റഷ്യൻ വിപ്ലവത്തിൻ്റെ അമരക്കാരനും സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപകനുമായ വ്ളാഡിമിർ ലെനിൻ്റെ ഓർമ്മദിനമാണ് ഇന്ന്. ലോകം കണ്ട സമുന്നതനായ രാഷ്ട്രീയ സൈദ്ധാന്തികനും വിപ്ലവകാരിയുമായിരുന്നു ലെനിൻ. അദ്ദേഹത്തിൻ്റെ സംഭാവനകളും ആശയങ്ങളും ഇപ്പോഴും ലോകം ചർച്ച ചെയ്യുകയാണ്. പേപ്പറുകളിൽ മാത്രം ഒതുങ്ങുമായിരുന്നൊരു പ്രത്യയശാസ്ത്രത്തെ സാധ്യമാക്കിയ നേതാവ്, ലോക തൊഴിലാളി പോരാട്ടത്തിന്റെ മുഖം, പാവപ്പെട്ടവർക്കും മരികുവൽക്കരിക്കപ്പെട്ടവർക്കും എഴുന്നേറ്റു നിൽക്കാൻ കെൽപ്പ് നൽകിയ പോരാളി വ്ളാഡിമിർ ഇല്യായിച്ച് ലെനിൻ. ആയിരത്തി 1887 ആ നിർണായക തീരുമാനം. സാർ ചക്രവർത്തി സഹോദരനെ തൂക്കിലേറ്റിയതാണ് വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ ലെനിനെ പ്രേരിപ്പിച്ചത്. 1917 ഒക്ടോബറിൽ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക് റെഡ് ഗാർഡുകൾ ഫെബ്രുവരി വിപ്ലവത്തിലൂടെ റഷ്യയിൽ അധികാരത്തിലെത്തിയ താൽക്കാലിക സർക്കാരിനെ പുറത്താക്കി. 1922 ഡിസംബർ 30 സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു. ലോക തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ നേതാവായി ലെനിൻ അവരോധിക്കപ്പെട്ടു. സോവിയറ്റ് യൂണിയന് പിന്നാലെ നിരവധി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയുമുണ്ടായി. തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ നേതാവ് 1924 ജനുവരി 21 53 വയസ്സിൽ വിടവാങ്ങി. ലെനിൻ മരിച്ച ദിവസം അദ്ദേഹത്തിന്റെ ജഡത്തിന് കാവൽ നിന്നൊരു പട്ടാളക്കാരൻ കൂടെയുള്ള സഖാക്കളോട് പറഞ്ഞുവത്രേ. എനിക്കത് വിശ്വസിക്കാൻ തോന്നിയില്ല. ഞാൻ അകത്തു ചെന്ന് അദ്ദേഹത്തിന്റെ കാതിൽ ഉറക്കെ പറഞ്ഞു, ഇല്യായിച്ച്, ചൂഷകന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു, അദ്ദേഹം ഇളകിയില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി അദ്ദേഹം ജീവൻ വെടിഞ്ഞുവെന്ന്. ലോകത്തെ മാറ്റിമറിച്ച മനുഷ്യൻ മരിച്ചപ്പോൾ ബൃഹത് ഇങ്ങനെ എഴുതി. റിസർച്ച് ഡെസ്ക് 24. ലെനിനെ നമ്മൾ ഓർമ്മിക്കുന്നു.